ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശനിയാഴ്ച മുതൽ സിസ്റ്റേഴ്സിന് ഇംഗ്ലീഷ് ധ്യാനം ആരംഭിക്കുകയാണ്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ ആഴ്ച നമുക്ക് വൈദികരുടെ ധ്യാനം ഇല്ല, നമ്മുടെ ഈസ്റ്ററിനൊക്കെ അനുബന്ധിച്ച് വരുന്നുണ്ട്. അതേസമയം മെയ് മാസം ആദ്യത്തെ ആഴ്ച വൈദികരുടെ ധ്യാനം, വൈദികർ ഇംഗ്ലീഷ് ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ നേരിട്ട് പറഞ്ഞ് നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം, എല്ലാവരും വിവരമൊക്കെ അറിയിക്കണം, സുവിശേഷ വേലയിൽ പങ്കുകാരായി തീരണം. എന്തൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് വിനാശങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണല്ലോ അതിൻ്റെ തലക്കെട്ട്, അല്ലേ? വിനാശങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടൊരു ഒരാൾ ബോംബ് പൊട്ടിക്കുന്നു, അല്ലേ? ഒരാൾ മനുഷ്യ ബോംബാകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റേയാളെ കൊല്ലുന്നു, ഒരാൾ മറ്റേയാളെ ദുരുപയോഗിക്കുന്നു. ഇങ്ങനത്തെ ഓരോ തരത്തിലുള്ള വിനാശങ്ങൾ ലോകത്തിലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം കിടക്കുന്നത് പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. വചനം ഇതാണ്: ദുരാശകളിൽ നിന്നുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ദൈവം തന്നെ മഹത്വവും ഔന്നത്യവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം. ആ ഒരു ഭാഗമാണ്. അപ്പം ഞാനൊരു ആദ്യ ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിനാശം ഉണ്ടാകാൻ കാരണം? ഓരോരുത്തരുടെയും ദുരാശകളിൽ നിന്നാണ് വിനാശം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ദുരാശയെക്കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞാണ്, നമ്മൾ പുറകോട്ട് നോക്കിയാൽ മതി. എൻ്റെ സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ വിനാശം ഉണ്ടാകാൻ കാരണം എന്താ? ഓരോരുത്തരും പറയുന്നത് ദുരാശയാണ്. അപ്പോൾ ദുരാശ മാറിയാലേ വിനാശം മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ വലിയ തരത്തിലുള്ള വിനാശങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിലും ചെറിയ ദുരാശകൾ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു വിനാശം ഉണ്ടാക്കും. നമ്മുടെ കുടുംബജീവിതത്തിൽ വിനാശം ഉണ്ടാക്കും, സമർപ്പിത ജീവിതത്തിൽ വിനാശം ഉണ്ടാക്കും, നമ്മുടെ എല്ലാ മേഖലകളിലും വിനാശം ഉണ്ടാക്കും. അപ്പം വിനാശത്തിൻ്റെ കൊടുങ്കാറ്റടിക്കാതിരിക്കണമെങ്കിൽ ചെറിയ ദുരാശകളെന്ന് പോലും നമ്മൾ എങ്ങനെ ദുരാശകളെന്ന് മാറുന്നത്? ആശയടക്കങ്ങൾ പരിശോധിക്കണം. കൊച്ചേസൊക്കെ ചെയ്ത കാര്യം, വെള്ളം കുടിക്കാൻ ഇപ്പോൾ തോന്നി, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കുന്നുള്ളൂ, ആശയടക്കി കാഴ്ചവെച്ചു എന്ന് പറയുന്ന ഒരു ആശകൾ അടക്കിയാൽ കുറേ ദുരാശകൾ മാറുമ്പോൾ വിനാശങ്ങൾ ഒഴിവാകും. ഈശോയെ ഇവരെ ആശീർവദിക്കുമ്പോൾ വിനാശങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുമല്ലോ. ഈ ആശീർവാദ സമയത്ത് ദുരാശകളിൽ നിന്ന് ഇവർക്കൊരു വിടുതൽ നൽകണമേ. നമ്മുടെ കർത്താവ് വിശ്വസിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൊണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.